Good morning, students. Welcome to today's class. Today we are discussing about some more problems based on the construction of block diagram and signal flow graph. So consider the third question. Y of n is equal to 2 into y of n minus 1 plus 2.1 into x of n minus 1 plus 0.5 into x of n minus 2. Okay, so this is our question. So we have to make first block diagram, then after that we have to make signal flow graph. Okay, block diagram first we input nokam. Okay, so we have input x of n minus 1 and x of n minus 2. So we have an input x of n. Okay, this x of n, അപ്പോൾ ഈ ഒരു x of n minus 1 create ചെയ്യണം. So we give a delay of z inverse, then we get x of n minus 1. Okay, x of n minus 1 കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് we have to give ഒരു 2.1 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2.1 എന്നുള്ള constant multiplier or multiply. So the output will be 2.1 x of n minus 1. Okay, ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടി. റൈറ്റ്, ഇനി നെക്സ്റ്റ് അടുത്തത് എന്താ ചെയ്യുന്നത്, എക്സ് ഓഫ് എൻ മൈനസ് 2 കാണണം. എക്സ് ഓഫ് എൻ മൈനസ് 2 എന്ന് കാണണമെങ്കിൽ ദിസ് ഇസ് എക്സ് ഓഫ് എൻ മൈനസ് 1. സോ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, വീണ്ടും ഒരു ഡിലേ സെഡ് ഇൻവേഴ്സ് കൂടി കൊടുത്താൽ ദിസ് ഇൻപുട്ട് എക്സ് ഓഫ് എൻ വിൽ ബിക്കം എക്സ് ഓഫ് എൻ മൈനസ് 1, x of n minus 2. Okay, x of n minus 2 കിട്ടി. അതിൻ്റെ മൾട്ടിപ്ലയർ അതാ 0.5 ആണ്. സോ we can add a multiplier which is 0.5. റൈറ്റ്, ഇനി ഇതെല്ലാം കൂടിയും എങ്ങോട്ടാ, ഒരു സമ്മിലോട്ടാണ് കൊടുക്കേണ്ടത്. സോ ഇങ്ങനെ ഞാൻ സമ്മിൽ കൊടുത്തു. സോ ഈ രണ്ട് ടേമും ഓക്കെ ആയി. സോ ഫസ്റ്റ് എക്സ് ഓഫ് എൻ 2.1 എക്സ് ഓഫ് എൻ മൈനസ് 1 ഈ ആഡറിലോട്ട് കൊടുത്തു. ദെൻ നെക്സ്റ്റ് 0.5 എക്സ് ഓഫ് എൻ മൈനസ് 2 എന്നുള്ളത് ഈ ആഡറിലോട്ട് കൊടുത്തു. ഓക്കെ, ഈ രണ്ട് ആഡറിലോട്ട് പിന്നെ വേറൊന്നും കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടണം, വൈ ഓഫ് എൻ കിട്ടണം. ഓൾസോ ഔട്ട്പുട്ട് വൈ ഓഫ് എൻ കിട്ടണം. ആൻഡ് ഓൾസോ ഈ വൈ എഫ് എൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം, വൈ എഫ് എൻ്റെ കൂടെ ഈ ഒരു ടേം ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ ഔട്ട്പുട്ട്, ഈ ഒരു ടേം ഉണ്ട്. സോ വൈ എഫ് എന്ന് പറയുമ്പോൾ വൈ എഫ് ആദ്യം ഒരു ഡിലേ കൊടുക്കും. റൈറ്റ്, സോ സെഡ് ഇൻവേഴ്സ് ഡിലേ കൊടുത്തു. സോ വൈ എഫ് എൻ മൈനസ് 1 ആയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ ആഡ് ചെയ്യണം. സോ കോൺസ്റ്റൻറ്റ് വിൽ ബി 2. ഇത് നമ്മൾ ഈ ഒരു ആഡറിലോട്ട് കൊടുക്കും. ഓക്കെ, സോ ഈ വൈ ഓഫ് എൻ മൈനസ് 1, സോ 2 ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1ഉം അതുപോലെ തന്നെ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് വൈ ഓഫ് എൻ ഔട്ട്പുട്ട് ആയിട്ട്. ഓക്കെ, ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇനി സിമിലർ വേ നമുക്കിതിൻ്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നോക്കാം. ഓക്കെ, സോ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് പറയുമ്പോൾ എക്സ് ഓഫ് എൻ, ഓക്കെ എക്സ് ഓഫ് എൻ വരുന്നു. ഓക്കെ, എക്സ് ഓഫ് എൻ. ഇനി ഈ ഒരു ഫിഗറിൻ്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നോക്കാം. ഓക്കെ, ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സ് ഓഫ് എൻ എടുത്തു. റൈറ്റ്, എക്സ് ഓഫ് എൻ ഇൻപുട്ട് എടുത്തു. ഇനി നമുക്ക് കറസ്പോണ്ടിങ് അതിൻ്റെ സെഡ് ഇൻവേഴ്സ്. ഓക്കെ, സോ ഈ ഒരു ഭാഗം ഞാൻ ചെയ്തു, സെഡ് ഇൻവേഴ്സ് കിട്ടി. ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ ഞാൻ ഈ വീണ്ടും സെഡ് ഇൻവേഴ്സ്, അതായത് ഈ ഒരു പോർഷനാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനാണ് ഞാൻ എടുക്കുന്നത്. സോ ഫസ്റ്റ് സെഡ് ഇൻവേഴ്സ് ചെയ്തു, വീണ്ടും ഒരു സെഡ് ഇൻവേഴ്സ് കൂടിയും ചെയ്തു. സോ വി ഗെറ്റ് എക്സ് ഓഫ് എൻ മൈനസ് 2 എന്ന് കിട്ടി. ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, ഒരു 0.5 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ കണക്ടറിലോട്ട് കൊടുത്തു. റൈറ്റ്, സോ ഈ ഒരു ടേം കഴിഞ്ഞു, അതായത് സെഡ് ഇൻവേഴ്സ് 0.5ലോട്ട് കണക്ടർ, എന്നിട്ട് ഒരു കണക്ടറിലോട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ കേസ് വരുന്നത് ജസ്റ്റ് ഒരു സെഡ് ഇൻവേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഈ ഒരു കണക്ടറിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുത്തത്. എന്നിട്ട്
അതിൻ്റെ കോൺസ്റ്റൻറ്റ് എന്താ 2.1. ഓക്കെ, ഇത് എന്നിട്ട് ഇങ്ങോട്ട് ചെയ്തു, ദിസ് വൺ ഇത് ഇങ്ങോട്ട് കണക്ട് ചെയ്തു. ഓക്കെ റൈറ്റ്, ഇത് Z ഇൻവേഴ്സ്. ഓക്കെ, Z ഇൻവേഴ്സിൻ്റെ കറസ്പോണ്ടിങ് 2.1 ഞാൻ കണക്ടറിലോട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത്രയും സെക്ഷൻ കിട്ടി. ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ വേണം. ഈ ഒരു സെക്ഷന് നമുക്കറിയാം y of n. ഓക്കെ, ദിസ് ഈസ് y of n. ഈ y of n എന്ന് y of n നമുക്കറിയാം Z ഇൻവേഴ്സ് ഉണ്ട്. ഓക്കെ, സോ വി ഹാവ് Z ഇൻവേഴ്സ് കണക്ട് ചെയ്തു. Z ഇൻവേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് 2. ദാറ്റ് ഈസ് വി ഹാവ് 2. ഈ ഒരു കോൺസ്റ്റൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കണക്ടറിലോട്ട് കണക്ട് ചെയ്താൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, സോ ദിസ് ഇസ് ദ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഓഫ് ദിസ് ഡയഗ്രാം. റൈറ്റ്, ദെൻ നെക്സ്റ്റ് the next question, that is fourth question, that is y of n is equal to 1.6 x of n minus 2 plus 0.7 x of n plus 3 into y of n minus 1 plus 0.3 into y of n minus 2. Right, this is the fourth question, y of 3 into y of n minus 2. Okay, now ഈ ഒരു ഫോമാറ്റിൽ നമുക്ക് ഫസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഓഫ് എൻ കൊടുക്കാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ ഇസ് ദ ഇൻപുട്ട്. ഇനി എക്സ് ഓഫ് എൻ ഇൻപുട്ട് വരുന്നത്, ഓക്കെ, ദിസ് ഈസ് എക്സ് ഓഫ് എൻ മൈനസ് 2, ദിസ് ഈസ് 0.7 എക്സ് ഓഫ് എൻ, അതേഴ്സ് 2 ആർ വൈ ഓഫ് എൻ. ഓക്കെ, ഇത് വൈ ഓഫ് എന്നിൻ്റെ പാർട്ടിലാണ്, ദിസ് ഇസ് എക്സ് ഓഫ് എൻ. ഇനി നമുക്ക് ഫസ്റ്റ് 0.7 എക്സ് ഓഫ് എന്ന് കാണാം. സോ x of n 0.7. So we get 0.7 x of n. മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് ഒരു അഡീഷനിലോട്ട് പോകും. റൈറ്റ്, സോ ഈ ഒരു ടേം കിട്ടി. ദെൻ നെക്സ്റ്റ് ഈ ടേം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എക്സ് ഓഫ് എൻ മൈനസ് 1. സോ നമുക്ക് 2 ഡിലേ കൊടുക്കണം. ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ മൈനസ് 1. നൗ ദിസ് ഈസ് എക്സ് ഓഫ് ഇതിൻ്റെ ഒരു Z ഇൻവേഴ്സ് കൊടുക്കുമ്പോൾ എക്സ് ഓഫ് എൻ മൈനസ് 2 എന്ന് കിട്ടി. ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം, 1.6 മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഒരു മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലയർ നമ്മൾ കൊടുത്തു, ദാറ്റ് ഈസ് ഹാവിങ് 1.6. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്തു, ഈ ഒരു അഡീഷനിലോട്ട് ആഡ് ചെയ്തു. സോ ഈ 2 ടേമും കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്ക് കിട്ടേണ്ടത് ആണ് എന്ത്, y of n. സോ നമുക്കൊരു എക്സ്ട്രാ ആഡർ കൊടുക്കാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ആഡറിലോട്ട് തന്നെ 3 ഇൻപുട്ട് എന്നുള്ള രീതിയിലോട്ട് വരാം. ഓക്കെ, ഈ ഒരു ആഡറിൽ കൊടുത്തിട്ട് നെക്സ്റ്റ് നമുക്ക് എന്താ കിട്ടേണ്ടത്, y of n ആണ്. റൈറ്റ്, ഔട്ട്പുട്ട് y of n ആണ് കിട്ടേണ്ടത്. ഈ ഒരു ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ആദ്യം Z ഇൻവേഴ്സ് എടുക്കണം. സോ വി ഗെറ്റ് y of n മൈനസ് 1 ദിസ് ടേം ഇൻറ്റു 3. ഓക്കെ, ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരു മൾട്ടിപ്ലയർ, ഓക്കെ, ഇൻറ്റു 3 എന്ന് കൊടുത്തു. റൈറ്റ്, ഓക്കെ, ഇത് ഈ ആഡറിലോട്ട് പോകണം. അതുപോലെ തന്നെ വീണ്ടും ഒരു Z ഇൻവേഴ്സും കൂടി നമുക്ക് വരുന്നുണ്ട്, y of n minus 2 and a multiplier also. This multiplier is 0.3. Now by adding these two, ഇത് രണ്ടും ഒരു ആഡറിൽ കൊടുത്തിട്ട്, സോ 2 ആഡർ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ ആഡറിലോട്ട് കൊടുക്കാം. ഓക്കെ, so this is the block diagram of this equation. Right, so this is the block diagram. Z inverse ഫസ്റ്റ് Z ഇൻവേഴ്സിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തു, അടുത്ത് ഇതിൻ്റെ കൂടെ y മൈനസ് 2ൻ്റെ കൂടെ ദിസ് ഇസ് y മൈനസ് 2. ഓക്കെ, y n മൈനസ് 2 0.3 ആഡ് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ദ ബ്ലോക്ക് ഡയഗ്രാം. ദെൻ നെക്സ്റ്റ് കറസ്പോണ്ടിങ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഈസ്, ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ ഇൻപുട്ട് കൊടുത്തു. റൈറ്റ്, ഓക്കെ, എക്സ് ഓഫ് എന്നിന്ന് നമുക്ക് ഒരു ദിസ് ഇസ് 0.7 ഒരു കണക്ടറിലോട്ട് കൊടുത്തു. ദിസ് ഇസ് അഡീഷൻ. ഓക്കെ, ഓക്കെ, ദിസ് ഇസ്
അഡീഷൻ എക്സ് ഓഫ് എൻ എന്ന് 0.7 മൾട്ടിപ്ലൈ ചെയ്തു ആഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സെഡ് ഇൻവേഴ്സ് ചെയ്യുന്നതാണ്. സോ സെഡ് ഇൻവേഴ്സ് എന്നുള്ളത് ഇങ്ങനെ കൊടുക്കാം. ദിസ് ഈസ് എ സെഡ് ഇൻവേഴ്സ്, ദിസ് ഈസ് അനദർ സെഡ് ഇൻവേഴ്സ്. സോ വി ഗെറ്റ് എക്സ് ഓഫ് എൻ മൈനസ് 2. എന്നിട്ട് ഇതിൻ്റെ കൂടെ എന്താ ചെയ്യുന്നത്? ഓക്കെ, ഒരു 1.6 മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ഗെറ്റ് 1.6 എക്സ് മൈനസ് 2 ഈ കണക്ടറിന് കിട്ടി. ഈ കണക്ടറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഒന്നുകിൽ വേറെ കണക്ടറിലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു കണക്ടർ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് കിട്ടും? വൈ ഓഫ് എൻ. സോ വൈ ഓഫ് എൻ ഔട്ട്പുട്ടായിട്ട് സെഡ് ഇൻവേഴ്സ്. ഓക്കെ, സോ ഇറ്റ്സ് ഗിവൺ ടു വൺ കണക്ടർ. എന്നിട്ട് ഈ ഒരു സെഡ് ഇൻവേഴ്സിൻ്റെ കൂടെ നമുക്ക് ഒരു 3 ഉണ്ട് അല്ലേ? സോ 3 ഇത് നമ്മളൊരു കണക്ടറിലോട്ട് കൊടുക്കാം. ഓക്കെ, സോ 3 മൾട്ടിപ്ലൈ ചെയ്തു. ഇതൊരു അഡീഷൻ എന്നുള്ളൊരു കണക്ടറിലോട്ടാണ്. വീണ്ടും ഞാൻ സെഡ് ഇൻവേഴ്സ് ചെയ്തു. സോ വി ഗെറ്റ് വൈ മൈനസ് 2 ഈ ഒരു ഭാഗം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിനെന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ദറ്റ് ഈസ് 0.3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ദിസ് ഇസ് 0.3. ഇത് രണ്ടും ഈ ഒരു ആഡറിലോട്ട് കൊടുത്തു. സോ ദിസ് ഇസ് ആഡർ. ഈ ആഡറിന് ഞാൻ ഇതിലോട്ട് കൊടുത്തു. സോ ദിസ് ഇസ് ദ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് this question. Then moving to next question. Okay, so moving to the next question, we have y of n is equal to 0.2 y of n minus 1 okay 0.2 y n minus 1 plus 0.7 x of n plus 0.9 x of n minus 1. സോ ഈ ഒരു ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ 0.7 എക്സ് ഓഫ് എൻ എന്ന് വരും. സോ വി ഹാവ് എക്സ് ഓഫ് എൻ മൾട്ടിപ്ലയർ 0.7. സോ ദിസ് ഇസ് 0.7 എക്സ് ഓഫ് എൻ. പിന്നെ എക്സിൻ്റെ ടേം വരുന്നത് 0.9 എക്സ് എൻ മൈനസ് 1 ആണ്. സോ നമ്മളൊരു സെഡ് ഇൻവേഴ്സ് ഡിലേ കൊടുത്തു, 0.9 മൾട്ടിപ്ലയർ കൊടുത്തു, എന്നിട്ട് ഈ ആഡറിലോട്ട് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ആണത് ആഡർ വൈ എൻ മൈനസ് 1. ഓക്കെ, വൈ എന്നിൻ്റെ എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വൈ ഓഫ് എൻ കിട്ടും. സോ ഈ വൈ ഓഫ് എൻ എന്ന് പിന്നെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വൈ എൻ മൈനസ് 1 കൊടുക്കണം. സോ ഒരു ഡിലേ കൊടുത്തു. ദെൻ നെക്സ്റ്റ് ഈസ് ഗിവൺ ടു എ മൾട്ടിപ്ലയർ ദാറ്റ് ഈസ് 0.2. സോ ഈ 0.2 മൾട്ടിപ്ലയർ കൊടുത്തിട്ട് ഈ ആഡറിലോട്ട് കൊടുത്തു. ഓക്കെ, സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് വൈ എഫ് എൻ കിട്ടും. റൈറ്റ്. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് പറയുമ്പോൾ എക്സ് ഓഫ് എൻ ഓക്കെ 0.7 പകരം ജസ്റ്റ് ആരോ ഇട്ടിട്ട് 0.7 ആഡറിലോട്ട് കൊടുത്തു. ദെൻ സെഡ് ഇൻവേഴ്സ് ഒരു ആരോ ഇട്ടിട്ട് സെഡ് ഇൻവേഴ്സ് എടുത്തിട്ട് വീണ്ടും ഒരു 0.9 മൾട്ടിപ്ലൈ ചെയ്ത് ആഡറിലോട്ട് കൊടുത്തു. ഇത് വേറൊരു ആഡറിലോട്ട് കൊടുത്തു. ദെൻ നെക്സ്റ്റ് വൈ ഓഫ് എൻ എന്ന് സെഡ് ഇൻവേഴ്സും അതുപോലെ തന്നെ 0.2 എടുത്തിട്ട് ആഡറിലോട്ട് കൊടുത്തു. ദിസ് ഇസ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് and this is block diagram. Okay, so moving to the next question, y of n is equal to minus 3 by 8 y of n minus 1 plus 3 by 32 y of n minus 2 plus 1 by 64 y of n minus 3 plus x of n plus 3xn minus 1 plus 2xn minus 2. So from here we can see that x of n എന്നുള്ള term x of n minus 1 x of n minus 2 അങ്ങനെയുണ്ട്. yയിൽ അതുപോലെ തന്നെ y of n minus 1 y of n minus 2 y of n minus 3 is equal to y of n. ഓക്കെ, സോ എക്സ് ഓഫ് എൻ എടുത്തു. സോ എക്സ് ഓഫ് എൻ ഡയറക്റ്റ് ഒരു എക്സ് ഓഫ് എൻ ഉണ്ടായിരുന്നു. സോ അതൊരു ഡയറക്റ്റ് ഞാനൊരു ആഡറിൽ കൊടുത്തു. ദെൻ എക്സ് എൻ മൈനസ് 1 ഉണ്ട്. സോ ഞാൻ ഒരു ഡിലേ കൊടുത്തതിന് ശേഷം ഒരു 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3 × എക്സ് എൻ മൈനസ് 1 കിട്ടി. റൈറ്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഇതാണ്. ഇവിടെ 2 ഡിലേ വരുന്നുണ്ട്. സോ ഞാൻ ഒരു സെഡ് ഇൻവേഴ്സ് കൂടി കൊടുത്തതിന് ശേഷം മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ദാറ്റ് ഈസ് 2. സോ ഞാനിവിടെ 2 ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കൊടുത്തു 2xn minus 1. ഇത് രണ്ടിൻ്റെ ഔട്ട്പുട്ട് ഒരു ആഡറിലോട്ട് കൊടുത്തു. അല്ലെങ്കിൽ ഇത് 3 ഔട്ട്പുട്ടും ഈ ഒരു സിംഗിൾ ആഡറിൽ കൊടുത്താലും കുഴപ്പമില്ല, ഡയറക്റ്റ് പോയാലും ഒരു ആഡർ കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഒരു ആഡർ കൊടുത്തിട്ട് അവിടുന്ന് ഈ ഒരു ആഡറിലോട്ട് കണക്ട് ചെയ്തു. സോ ഈ ഒരു സെക്ഷന് തീർന്നു. ഈ നെക്സ്റ്റ് വൈ എൻ മൈനസ് 1 ആണ്. സോ ഔട്ട്പുട്ട് വൈ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ആഡറിലോട്ട് കൊടുത്തിട്ട് ഇതൊരു ആഡറിലോട്ട് കൊടുത്തിട്ട് ഓക്കെ ഇവിടുന്ന് ഔട്ട്പുട്ട് കിട്ടും. എല്ലാം കൂടി ആഡ് ചെയ്ത് ഈ ഒരു സെക്ഷനും ആഡ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് വൈ എഫ് എൻ കിട്ടും. അതിൻ്റെ കൂടെ ഈ വൈ എഫ് എൻ എന്ന് നമ്മൾ വേറെ വൈ എഫ് എൻ എന്ന് നമ്മൾ ഇൻപുട്ടാക്കി എടുത്ത് ചെയ്യണം. സോ ഇവിടെ വൈ എൻ മൈനസ് 1 ഉണ്ട്. സോ സെഡ് ഇൻവേഴ്സ് ഒരു ഡിലേ കൊടുത്തു. എന്നിട്ട് -3/8 മൾട്ടിപ്ലൈ ചെയ്തിട്ട് വൈ എഫ് എൻ മൈനസ് 1 ഒരു ആഡർ വഴി കൊടുത്തു. റൈറ്റ്. ദെൻ നെക്സ്റ്റ് വൈ എൻ മൈനസ് 2 എന്നുള്ളത് വീണ്ടും ഒരു ഡിലേ കൊടുത്തു.
എന്നിട്ട് ഞാൻ ഇതിനെ 3/32 എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് ഇവിടെ ആഡർ വേണമെന്നില്ല, ജസ്റ്റ് ഇതിലോട്ട് കൊടുത്താലും മതി. ഓക്കെ, ഒരു 3/32 പറഞ്ഞിട്ട് ആഡറിലോട്ട് കൊടുത്തു. ദെൻ നെക്സ്റ്റ് മൂന്നാമത് yn-3 എന്നുള്ള വീണ്ടും ഒരു ഡിലേ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം 1/64 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇതിനോട്ട് കൊടുത്തു. ഓക്കെ, അങ്ങനെ ഔട്ട്പുട്ട് എല്ലാം കൂടി ഇവിടെ ആഡ് ചെയ്ത് വരും. ഈ ആഡ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് YFN ആയി ഔട്ട്പുട്ട് റൈറ്റ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറയുമ്പോൾ x(n) ഡയറക്റ്റ് വരുന്ന കേസാണ് ഇത്. ഓക്കെ, ദിസ് ഈസ് x(n) എന്ന് മാത്രം വരുന്നു. x(n-1) എന്ന് വരണം. ദാറ്റ് ഈസ് ദിസ് കേസ് x(n-1) വന്നിട്ട് 3 മൾട്ടിപ്ലൈ ചെയ്തു. സോ 3 × x(n-1) അതിങ്ങോട്ട് ആഡ് ചെയ്തു. ഇനി x(n-2) വരുന്ന കേസാണ്. വീണ്ടും ഒരു z ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിങ്ങോട്ട് ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ കണക്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങോട്ട് ആഡ് ചെയ്തു. സോ ഇവിടെ ഒരു കണക്ടർ ഉണ്ട് റൈറ്റ്. ഇനി അപ്പോൾ ഈ ഒരു പാർട്ട് x(n)ൻ്റെ പാർട്ട് ദാറ്റ്സ് ഓവർ. ദെൻ നെക്സ്റ്റ് പാർട്ടാണിത്. ഇതിൽ നമുക്ക് YFN വരുന്നുണ്ട്. YFN z ഇൻവേഴ്സ് വന്നിട്ട് -3/2 കണക്ട് ചെയ്തു. ദെൻ വീണ്ടും z ഇൻവേഴ്സ് x(n-2) 3/32 ജസ്റ്റ് കണക്റ്റഡ്. സോ ഇവിടെ വേണമെങ്കിൽ ഒരു ആഡറും കൂടി കൊടുക്കാം ഇഫ് നീഡഡ്. ദെൻ നെക്സ്റ്റ് ഒരു z ഇൻവേഴ്സും കൂടി കൊടുത്തു, അത് ഈ കണക്ടറിലോട്ട് ആഡ് ചെയ്തു. 1/64 ആണ് ഇവിടെ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് വി ഗെറ്റ് ഔട്ട് YFN. ഓക്കെ, ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് ഡയഗ്രാമും കറസ്പോണ്ടിങ് സിഗ്നൽ ഫ്ലോ ഗ്രാഫും വരയ്ക്കാനുള്ള മെത്തേഡുകൾ. ഓക്കെ, നൗ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.